ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടിയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഇടിയപ്പം റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തിയെടുക്കണം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം കൂടിപ്പോയാൽ അരി അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ഒരു ഇടിയപ്പത്തിന് നമുക്ക് നന്നായിട്ട് അരിഞ്ഞ് കിട്ടുന്ന അരി. അപ്പോൾ ഈ ഒരു അരിയുടെ ആ ഒരു ലെവലിൽ, അരിയുടെ അതേ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഇത്രയും മതി കേട്ടോ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ അരി അരിഞ്ഞ് കിട്ടില്ല. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം എന്തായാലും ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ അരച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജാറിലുള്ളത് മുഴുവൻ അങ്ങോട്ട് പോരും ചെയ്തോളും. എന്നിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കത് നല്ലൊരു വെള്ളമായിട്ടുള്ള ഒരു മാവാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവുള്ളത്. അപ്പോൾ ഇത്ര ലൂസായിട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇത്രയും ലൂസായിട്ടാണ് കേട്ടോ മാവ്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയി വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അറിയാലോ, അരിപ്പൊടി അടുപ്പത്ത് വെക്കുമ്പോൾ ഇളക്കിയിട്ടില്ലെങ്കിൽ അടിയിൽ എന്തായാലും പിടിക്കും. അപ്പോൾ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കൂടുതൽ സമയമൊന്നും അങ്ങനെ ഇളക്കേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ റെഡി ആയി കിട്ടും. നമ്മൾ 1 കപ്പ് അരിമാവ് ഉള്ളൂ, അപ്പോൾ കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ അത് അരിമാവ് ഒന്ന് ചൂടായി ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ കട്ടയായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ മാവ് കട്ടയായിട്ട് വരുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം ആകുമ്പോഴേക്കും ഫുള്ളായിട്ട് കട്ടയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് മാവ് ഫുള്ളായിട്ട് കട്ടയായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിലായി കിട്ടണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പച്ച അരിമാവും വെന്ത അരിമാവും തമ്മിലുള്ള കളർ മാറ്റം കണ്ടില്ലേ, അത് ഫുള്ളായിട്ട് ആ ഒരു വെന്ത മാവിൻ്റെ ഒരു കളറിലേക്ക് മാറും വേണം. അപ്പോഴേ ഉള്ളത് കറക്റ്റായിട്ട് ആവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വേവാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് പാനിലാക്കി പെട്ടെന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ വേവാത്ത പച്ച അരിമാവുള്ള ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതൊന്ന് കളറ് മാറിയിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. ഒക്കെ വറ്റി പാനിൽ നിന്നൊക്കെ ഫുള്ളായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പച്ച അരിമാവിൻ്റെ കളറൊക്കെ മാറിയതാ വെന്ത അരിമാവിൻ്റെ കളറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി കൂടുതൽ സമയം വെക്കേണ്ട, കൂടുതൽ സമയം വെച്ചാൽ മാവ് ഡ്രൈ ആയി പോവും. അപ്പോൾ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് എടുക്കാം. കൂടുതലായിട്ട് അങ്ങനെ കുഴച്ചെടുക്കൊന്നും വേണ്ട, ഇത് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. പിന്നെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അച്ചിൻ്റെ സൈഡിലൊക്കെ ഞാൻ കുറേശ്ശെ വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാവ് ഇതിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി തട്ടിൻ്റെ അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതാ ഇതുപോലെ ഓരോ കുഴിയിലേക്കും ഇടിയപ്പം ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടി പോകുന്നില്ല കേട്ടോ, നന്നായിട്ട് നീളത്തിൽ തന്നെ കിട്ടും എല്ലാ നൂലുകളും. അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല. നല്ല മയത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കിട്ടുക. പഞ്ഞി പോലുള്ള ഇടിയപ്പമാണ് കേട്ടോ നമുക്കിത് വെന്ത് വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതാ വേവിച്ചെടുക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവിയേറ്റെടുക്കാം. 10 മിനിറ്റ് തന്നെ വേണ്ടി വരില്ല കേട്ടോ, ഒരു 5-6 മിനിറ്റ് മതിയാവും വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ആവിയേറ്റെടുക്കുന്ന സമയമൊക്കെ. അപ്പോൾ സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ പാത്രത്തിൽ എത്ര സമയം കൊണ്ടാണ് നമുക്ക് വെന്ത് കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു സമയം വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം.
അപ്പോൾ അത് ഇത്രയുള്ള നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചരി എടുക്കുന്ന സമയത്ത് അത് ആ ഒരു പച്ചരിക്ക് പശയുള്ള പച്ചരിയൊക്കെ ഉണ്ടാവില്ല ചിലപ്പം, അങ്ങനെയുള്ള പച്ചരിയാണെന്നുണ്ടെങ്കിൽ അത് ചൂടോട് കൂടിയിട്ട് ഇടിയപ്പം തിന്നെടുക്കുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടൽ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ അത് ചൂടാറി കഴിഞ്ഞാൽ ശരിയാവും. നല്ല അടിപൊളിയായിട്ടുള്ള ഇടിയപ്പം തന്നെ കിട്ടും. നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.